പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് സമ്മാനമായി അയോധ്യയിലെ മണ്ണും സരയൂ നദിയിലെ തീർത്ഥജലവും. ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാമക്ഷേത്രത്തിന്റെ ചിത്രവും സമ്മാനിക്കും. രാംലല്ലയെ പ്രതിഷ്ഠിക്കുമ്പോൾ അകമ്പടിയായി മുഴങ്ങാനുള്ള പെരുമ്പറ അയോധ്യയിൽ തയ്യാറായി കഴിഞ്ഞു. എല്ലാ കണ്ണുകളും അയോധ്യയിലേക്കാണ്. ജനുവരി 22-നുള്ള കാത്തിരിപ്പിലാണ് രാജ്യം. 11,000-ലധികം വരുന്ന അതിഥികൾക്കും ക്ഷണിക്കപ്പെട്ടവർക്കും വിശിഷ്ട സമ്മാനങ്ങൾ നൽകാനുള്ള ക്രമീകരണങ്ങൾ ശ്രീരാമക്ഷേത്ര ട്രസ്റ്റ് നടത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് അയോധ്യയിലെ മണ്ണും സരയൂ നദിയിലെ തീർത്ഥജലവും അതിഥികൾക്ക് സമ്മാനിക്കുന്നത്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് നൽകുന്ന 2 സമ്മാനപ്പെട്ടികളിൽ ഒന്നിൽ മോട്ടിച്ചൂർ ലഡു പ്രസാദവും തുളസിയിലയും മറ്റൊന്നിൽ രാമജന്മഭൂമിയിലെ മണ്ണും സരയൂ നദിയിലെ ജലവും മതഗ്രന്ഥങ്ങളുമാണ്. ശിലാസ്ഥാപന സമയത്ത് ശേഖരിച്ച മണ്ണാണ് അതിഥികൾക്ക് സമ്മാനിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാമക്ഷേത്രത്തിന്റെ 15 മീറ്റർ നീളമുള്ള ചിത്രവും സമ്മാനിക്കും. ശ്രീരാമക്ഷേത്രത്തിൽ രാംലല്ലയെ പ്രതിഷ്ഠിക്കുമ്പോൾ 1 കിലോമീറ്റർ വരെ ആ മുഹൂർത്തത്തെ വിളിച്ചറിയിക്കാനുള്ള പെരുമ്പറ അയോധ്യയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിനായി 500 കിലോഗ്രാം ഭാരമുള്ള ഭീമൻ പെരുമ്പറ നഗാഡ അയോധ്യയിൽ എത്തി. ഗുജറാത്തിലെ ദബ്ഗർ സമുദായത്തിലുള്ളവരാണ് ഈ പെരുമ്പറ നിർമ്മിച്ചത്. സൂര്യപ്രകാശത്തെയും മഴയെയും ചെറുക്കാൻ കഴിവുള്ളതാണ് ഈ നഗാഡ. ഇതിൽ സ്വർണവും വെള്ളിയും പൂശിയിട്ടുണ്ട്. ഇരുമ്പ്, ചെമ്പ് പ്ലേറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച നഗാഡയുടെ ശബ്ദം 1 കിലോമീറ്റർ അകലെ വരെ കേൾക്കാൻ കഴിയും. പ്രാണപ്രതിഷ്ഠ 22-നാണെങ്കിലും 23 മുതലാണ് പുതിയ രാമക്ഷേത്രത്തിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കുക. പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ അയോധ്യയിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV.